ഇന്ന് നമ്മൾ വചനചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഹോസിയ പ്രവാചകന്റെ പുസ്തകം. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ട എന്നാൽ ഒരു ചെറിയ പ്രവാചകനായിട്ട് ഒരു 14 അധ്യായങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഹോസിയ പ്രവാചകനെ കുറിച്ച്, അല്ലെങ്കിൽ ഹോസിയ പ്രവാചകന്റെ ആ പുസ്തകത്തിൽ നിന്നും 1-2 വചനങ്ങളിലൂടെ നമ്മൾ ഇന്ന് ദൈവവചന ചിന്തയിലേക്ക്, എന്താണ് ആ വചനത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത്, നമ്മളോട് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ, ഈ ഒരു പുസ്തകത്തിൽ, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ തുടക്കം തുടങ്ങി കാണുന്നൊരു കാര്യം ഇതാണ്: ദൈവം തൻ്റെ പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അധരമായി പ്രവാചകന്റെ അധരം മാറുന്നു. ദൈവത്തിന് വേണ്ടി ഈ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട്, തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനോട് ആ പ്രവാചകൻ ഒരു വേശ്യാ സ്ത്രീയെ പ്രാപിക്കുന്നു, അവളെ സ്വന്തമാക്കുന്നു, അവളെ ഭാര്യയായി സ്വീകരിക്കുന്നു. അങ്ങനെ ആ വേശ്യാ സ്ത്രീയിൽ നിന്നും ആ പ്രവാചകന് ഒരു കുഞ്ഞ് ലഭിക്കുന്നു, രണ്ടാമത് മറ്റൊരു കുഞ്ഞ്, മൂന്നാമതൊരു കുഞ്ഞ്, അങ്ങനെ 3 കുഞ്ഞുങ്ങളെ ഈ വേശ്യാ സ്ത്രീയിൽ നിന്നും ഈ പ്രവാചകന് ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും ഈ വേശ്യാ സ്ത്രീ അവളുടെ പഴയ പാപത്തിലേക്ക് തന്നെ പോകുന്നു. ലോകം നൽകുന്ന സുഖത്തിലേക്ക്, എനിക്ക് എണ്ണയും വീഞ്ഞും നൽകുന്ന, എനിക്ക് സന്തോഷം നൽകുന്ന ഏതൊരു പുരുഷൻ്റെയും കൂടെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും പഴയ പോലെ തന്നെ മറ്റ് രീതിയിൽ പരസംഗം ചെയ്ത് വീണ്ടും പാപത്തിലേക്ക് പോകുന്നു. ഇവിടെ എന്തിനായിരിക്കും ദൈവം വിളിച്ചു വേർതിരിച്ച് മഹത്വപ്പെടുത്തിയ, ദൈവം സംസാരിക്കുന്ന, ദൈവത്തിൻ്റെ അധരമായി മാറിയ ദൈവത്തിൻ്റെ പ്രവാചകൻ ഒരു വേശ്യാ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്? എന്തിനായിരിക്കും 3 മക്കൾ അവളിൽ നിന്നും ലഭിക്കുന്നത്? വീണ്ടും തിരിച്ച് അവൾ വീണ്ടും വഴിതെറ്റിപ്പോകുന്നത് എന്തിനായിരിക്കും? അതിനുശേഷവും പിന്നെയും നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവളെ വീണ്ടും ഈ പ്രവാചകൻ തന്നെ പിന്നെയും സ്വന്തമാക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തായിരിക്കും ഇതിലൂടെ ദൈവം പ്രവാചിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും നമ്മൾ ബാഹ്യ കണ്ണുകളിലൂടെ എല്ലാത്തിനെയും കാണുന്ന ഒരു രീതിയുണ്ട്. ഞാനൊരു ചെറിയൊരു സംഭവം ഇങ്ങനെ ഒരാളുടെ അനുഭവ കഥ ഞാനിങ്ങനെ വായിച്ച് കേട്ടത് ഇങ്ങനെയായിരുന്നു. സാധാരണ അദ്ദേഹം എല്ലാവരെയും ബാഹ്യ കണ്ണുകളോടെയാണ് കാണുന്നത്. ഒരു വലിയ കാറിൽ, ഒരു ലക്ഷറി കാറിൽ, വലിയ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ഫാമിലി വന്നിരുന്നു. അവരൊരു ഹോട്ടലിൽ വന്നിരുന്നു. പെട്ടെന്ന് അവർ ചുറ്റും കൂടിയിരുന്ന് സംസാരിച്ച് ഭയങ്കര ആഹ്ലാദത്തോടെ ഒച്ചത്തിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലായിരുന്ന ഈ വ്യക്തി പെട്ടെന്ന് ഒരു ഡിസ്റ്റർബൻസായി. അവരുടെ ആ ഫാമിലിയിലെ 3 മക്കളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരമൊക്കെ ഈ പ്രാർത്ഥനക്കാരന് ഭയങ്കര ഡിസ്റ്റർബൻസായി. ഇദ്ദേഹവും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. പക്ഷേ കണ്ണുകൾ കൂടെ കണ്ടപ്പോൾ അവരുടെ വസ്ത്രധാരണവും അവരുടെ പോഷായിട്ടുള്ള കാറും അവർ ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങളും അവരുടെ രീതിയും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇറിറ്റേഷനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയിൽ പിന്നീട് എഴുതിയിരിക്കുന്ന കാര്യം എങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഇത് പണത്തിൻ്റെ പിന്നാലെ പോകുന്ന, ലോകത്തിൻ്റെ വെറിക്കുത്തുകളിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. ദൈവത്തെ അറിയാൻ ഒരു നിമിഷം അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവ്, ഇവരൊന്ന് ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് എൻ്റെ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചു ആ കുടുംബത്തിന് വേണ്ടി. പക്ഷെ അടുത്ത നിമിഷം അദ്ദേഹം കണ്ട കാഴ്ച ഇതാണ്: അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ആ ഭക്ഷണം ആർത്തിയോടെ ഈ പ്രാർത്ഥനക്കാരൻ കഴിക്കുമ്പോൾ, ഈ ഫാമിലിയുടെ മുൻപിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഏറ്റവും ഇളയ കുഞ്ഞ് തൊട്ട് മൂത്ത കുഞ്ഞിൻ്റെ കരം കോർത്തു പിടിച്ചു. അവർ എല്ലാവരും ഒരുമിച്ച് കരം കോർത്തു പിടിച്ച് ഒരു നിമിഷം തൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ ഭക്ഷണത്തിലേക്ക് മാറുന്നത് ഈ പ്രാർത്ഥനക്കാരൻ കണ്ടു. പെട്ടെന്ന് ഈ പ്രാർത്ഥനക്കാരൻ ഒരു കാര്യം മനസ്സിലായി: എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ ബാഹ്യ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതല്ല, ദൈവം കാണുന്ന തലം വേറെയാണ്. ആന്തരിക കണ്ണുകൊണ്ടാണ് മനുഷ്യനെ ദർശിക്കേണ്ടത്. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം, ഒരു പ്രാർത്ഥനക്കാരനായിരുന്നിട്ടും തൻ്റെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു നോട്ടവുമില്ലാതെ കഴിച്ചവനെ പോലെ അല്ലല്ലോ, എത്രയോ നല്ലവരാണ് ഈ ഫാമിലി എന്ന് ചിന്തിക്കാൻ ഇദ്ദേഹത്തിനിടയായി. അദ്ദേഹം തൻ്റെ കുറിപ്പുകളിൽ ഇങ്ങനെയാണ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്: ഇനി ഒരിക്കലും ഞാൻ എൻ്റെ നഗ്നനേത്രം കൊണ്ട് ഞാൻ ആരെയും വിലയിരുത്തത്തില്ല, എൻ്റെ ആത്മീയ കണ്ണുകൊണ്ട് മാത്രമേ ഞാൻ ഒന്നിനെ വിലയിരുത്തത്തുള്ളൂ. പ്രിയമുള്ളൊരു പ്രവാചകന്റെ ഈ പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ, നഗ്നനേത്രം കൊണ്ട്, മനുഷ്യ കണ്ണുകൊണ്ട്, മനുഷ്യൻ്റെ മാനസിക നില കൊണ്ട് അതിനെ പരിശോധിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ശ്രമിച്ചാൽ, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്തിനാണ് ഇത്രയും തിന്മ പ്രവർത്തിക്കുന്നത്? പ്രവാചകനല്ലേ? എന്നിട്ട് ആ പ്രവാചകൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമുക്കൊരു പക്ഷേ
ദൈവവചനത്തോടും ഈ പ്രവാചകനോടും നമുക്ക് ചോദിക്കാൻ കഴിയും. എന്നാൽ എന്താണ് ഇതിലൂടെ ദൈവം അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 1-2 വചനങ്ങൾ നമ്മൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വായിക്കുകയാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 2-ാം വാക്യം നമ്മളൊന്ന് വായിച്ച് നമ്മൾ ഇന്നത്തെ വചനചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന് തുടക്കം. അവിടുന്ന് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവളോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം? നീ ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കണം. അതായത് ഇസ്രായേൽ, ദൈവത്തിന്റെ ജനം എന്താണോ ഇപ്പോൾ ആയിരിക്കുന്നത്, ഏത് തരത്തിലാണോ ദൈവത്തിന്റെ ജനം ആയിരിക്കുന്നത്, ഇതിനെ പ്രതിനിധീകരിക്കുകയാണ് ഇവിടെ പ്രവാചകൻ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൂടെ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം കൂടി, 3-ാം വാക്യം കൂടി നമ്മൾ വായിക്കുമ്പോൾ, അവൻ പോയി ദിബ്ലായിമിന്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു. ഗോമറിനെ പരിഗ്രഹിച്ചു. അതായത് ആ വേശ്യാസ്ത്രീയുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗോമർ എന്നൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഹോസിയ പ്രവാചകനാണ്. ഹോസിയായോടാണ് പറയുന്നത്, നീ പോയി ഗോമറിനെ പരിഗ്രഹിക്കുക. ഹോസിയ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ അല്ലെങ്കിൽ രക്ഷ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പോ രക്ഷകൻ അല്ലെങ്കിൽ രക്ഷയായിരിക്കുന്നവൻ ഇവിടെ ആരെയാണ് പരിഗ്രഹിക്കുന്നത്, ആരെയാണ് സ്വന്തമാക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോമർ എന്ന ഒരുവളെയാണ് സ്വന്തമാക്കുന്നത്. ആ വേശ്യ സ്ത്രീയുടെ പേരാണ് ഗോമർ. ഗോമർ എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം പരിപൂർണത, പൂർണ്ണമായിരിക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ പൂർണ്ണതയെ എന്ന് ആണ് അവിടെ ഗോമർ എന്ന വാക്കുകൊണ്ട് സർവഗുണങ്ങളുമുള്ള ഒരു വ്യക്തി എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഗോമർ എന്ന വാക്കുകൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ആ വാക്കിന് അർത്ഥമുണ്ടെങ്കിലും ആ അർത്ഥത്തിൻ്റെ യാതൊരു രീതിയിലുമല്ല നമ്മളിവിടെ കാണുന്നത്. ഹോസിയായെ നോക്കുമ്പോൾ അത് രക്ഷകനായി നിൽക്കുന്നു. എന്നാൽ അവൻ സ്വന്തമാക്കുന്ന ആ സ്ത്രീയെ നോക്കുമ്പോൾ പരിപൂർണ എന്ന അർത്ഥം വരുന്നൊരു പേര് അവൾക്കുണ്ടെങ്കിലും അവൾ പൂർണ്ണയല്ല, അവൾ പാപിനിയാണ്. തിന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും അവിടെ വചനം പറയുകയാണ്, അവൾക്ക് ഒരു പുത്രനെ ഗർഭം ധരിച്ചു, ഒരു പുത്രനെ പ്രസവിച്ചു. 4-ാം വാക്യം, കർത്താവ് ഹോസിയായോട് പറഞ്ഞു, അവന് ജസ്രേൽ എന്ന് പേരിടുക. അവന് ജസ്രേൽ എന്ന് പേര് ഇടുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇവിടെ ജസ്രേൽ യഥാർത്ഥമായി സൂചിപ്പിക്കുന്നത്, 1-ാമത്തെ മകൻ ജസ്രേൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ തന്നെയാണ് ഈ മകനെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആ വാക്യം വായിച്ചാൽ, നമുക്ക് ആ 3-ാം 4-ാം വാക്യം നമുക്കൊന്ന് ദൈവവചനത്തിൽ നിന്ന് വായിക്കാം. കർത്താവ് ഹോസിയായോട് പറഞ്ഞു, അവന് ജസ്രേൽ എന്ന് പേരിടുക. കാരണം ജസ്രേലിലെ രക്തച്ചൊരിച്ചിലിന് യേഹൂവിന്റെ കുടുംബത്തെ താമസമെന്നിയെ ഞാൻ ശിക്ഷിക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. അവിടെ ഇസ്രായേലിനെ തന്നെയാണ് ജസ്രേൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ജസ്രേൽ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥമാണ് ദൈവം അവനെ ചിതറിപ്പിക്കും എന്ന് അർത്ഥം വരുന്ന ജസ്രേൽ എന്നാണ് 1-ാമത്തെ മകന് പേരിട്ടത്. നമ്മളൊക്കെ മക്കൾക്ക് നല്ല പേരിടും അല്ലേ? അപ്പൻ്റെ പേരും അമ്മയുടെ പേരും കൂട്ടിയിട്ട് പേരിടും. ഈ അപ്പൻ്റെ പേരും അമ്മയുടെ പേരും കൂട്ടിയിട്ട് പേരിടാൻ ശ്രമിക്കുമ്പോൾ വൃത്തികേടൊന്നും ആവാതിരുന്നാൽ മതി. നല്ല പേരൊക്കെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. ചില ആളുകൾ ഈ പേരൊക്കെ ഇടും, നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല. വായെ കൊള്ളാത്ത പേരാണ്. ചിലർക്ക് നല്ല പേരുകളുണ്ട്. എനിക്കൊരു പേരുണ്ട്, ദൈവം കൃപയാൽ എന്ത് അപ്പനും അമ്മ എന്ത് ചിന്തിച്ചിട്ടിട്ടുമെന്ന് എനിക്കെന്നറിയില്ല. എൻ്റെ പേര് ഡെസ്റ്റിൻ എന്നാണ്. നിങ്ങൾക്കറിയാം, ഡെസ്റ്റിനേഷൻ എന്നൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരു കാലത്ത് പലരും ഡസ്റ്റ്, DUST, പൊടി എന്നൊക്കെ വിളിച്ച് എന്നെ കളിയാക്കി കഴിഞ്ഞപ്പം നമുക്ക് അന്ന് വിദ്യാഭ്യാസമൊക്കെ ആയി തുടങ്ങുന്ന ഒരു സമയത്ത് ഞാൻ ഈ പേരിൻ്റെ അർത്ഥം ഒന്ന് പോയി പരിശോധിച്ചു. യഥാർത്ഥത്തിൽ എൻ്റെ പേര് DESTIN എന്നാണ്. പക്ഷെ എല്ലാവരും സ്കൂളിലാണെങ്കിലും ഈ കളിയാക്കി വിളിയുണ്ട്, കൂട്ടുകാരുടെ ഇടയിലും ഈ കളിയാക്കി വിളിയുണ്ട്. ഇങ്ങനെ ഈ കളിയാക്കി പേരിങ്ങനെ വിളിക്കുമ്പം ഞാൻ പോയിട്ട് ഡിക്ഷണറിയിലൊന്ന് പരിശോധിച്ചു, ഈ വാക്കിന് വല്ല അർത്ഥം ഉണ്ടെങ്കിൽ അതൊന്ന് അറിയണമല്ലോ. ഞാൻ മറച്ചു നോക്കിയപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ കണ്ട കാര്യം ഇതാണ്: ഒരു പ്രത്യേക കാര്യത്തിനായി നിയോഗിക്കപ്പെട്ടവൻ. എന്തോ ഒരു പ്രത്യേക കാര്യത്തിനായി നിയോഗിക്കപ്പെട്ടവൻ. ഇടാൻ പറ്റിയ പേരാണ്. നിങ്ങളെ മക്കൾക്കൊക്കെ വേണമെങ്കിൽ ഇട്ടോ. എന്തായാലും നമ്മൾ
ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാനായിട്ടുണ്ടാക്കിയ ചീത്തപ്പേര് നിങ്ങളുടെ പക്കം കൂടി കിട്ടുന്നത് വിചാരിച്ചിട്ടുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് വേണമെങ്കിലും ആവട്ടെ. എന്തായാലും അപ്പൻ ഈ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അപ്പനും അമ്മയും പേരിട്ടതെന്ന് എനിക്കറിയത്തില്ല. അതോ ദൈവം കൃപയാൽ ഇടാൻ പറഞ്ഞിട്ടതാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും എൻ്റെ പേരിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഏത് കാര്യമാണെന്നുള്ളത് ചോദിച്ചാൽ അതിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. ഇവിടെ ദൈവം തൻ്റെ പ്രവാചകൻ ഒരു വേശ്യാസ്ത്രീയിലുണ്ടായ കുഞ്ഞിന് ഒരു പേരിടാൻ പറഞ്ഞു. ആ പേരാണ് ജസ്രേൽ. ദൈവം ചിതറിക്കുന്നു എന്ന വാക്ക് എന്ന അർത്ഥം വരുന്ന ഒരു പേര് അവന് ഇടണം എന്ന് ദൈവം കൽപ്പിച്ചു. വീണ്ടും 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടി നമ്മളൊന്ന് വായിക്കാം. 4 വരെ നമ്മൾ വായിച്ചു നിർത്തി. 5-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. അന്ന് ജസ്രേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു. കർത്താവ് ഹോസിയയോട് അരുളി ചെയ്തു, നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക. നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക. കരുണ ലഭിക്കാത്തവൾ. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ പറ്റുമെങ്കിൽ നമ്മുടെ IT ടീം അത് ഷെയർ ചെയ്യും. ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മലയാളം നമ്മൾ POC നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് അതിൻ്റെ അർത്ഥം ട്രാൻസ്ലിട്രേഷൻ അല്ല, ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുക. അതായത് ആ വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന കരുണ ലഭിക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന, ശരിക്കും പറഞ്ഞാൽ ലൊരുഹാമ എന്നൊരു ഇംഗ്ലീഷ് വേർഡാണ് നമ്മളവിടെ എല്ലാ ബൈബിളിലും കാണുന്നത്. ലൊരുഹാമ എന്നൊരു വാക്ക്. അങ്ങനെ തന്നെ ആയിരിക്കും പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇംഗ്ലീഷ് വായിച്ചപ്പോൾ മനസ്സിലായ പ്രൊനൗൺസിയേഷൻ അതാണ്, ലൊരുഹാമ. അപ്പോൾ ഈ ഒരു വാക്കാണ് നമ്മളെല്ലാ ഇംഗ്ലീഷ് ബൈബിളിലും കാണുന്നത്. ഞാനത് NLT നോക്കി, NET നോക്കി, അതുപോലെ KJV ആകട്ടെ, BBA ആകട്ടെ, മിക്ക വെർഷനിലും ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് അങ്ങനെ തന്നെ കൊടുത്തിട്ടാണ്, അതിൻ്റെ അർത്ഥം കൂടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടാണ് മിക്ക ബൈബിളിലും കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ വായിക്കുന്ന POC ബൈബിളിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ, അതായത് കരുണ ലഭിക്കാത്തവൾ എന്ന അർത്ഥം വരുന്ന ഒരു പേര് അവൾക്ക് കൊടുത്തു. ഈ പേരൊക്കെ എങ്ങനെ ഉച്ചരിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ തന്നെ വായിക്കാൻ കഷ്ടപ്പെടുക. എന്തായാലും ആ പേരാണ് അവൾക്ക് കൊടുത്തത്. കരുണ ലഭിക്കാത്തവൾ എന്ന അർത്ഥം അവൾക്ക് കൊടുത്തു. വീണ്ടും അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ വീണ്ടും ഗർഭിണിയായി ഒരു പുത്രനെ കൂടെ പ്രസവിക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് വായിക്കാം. 9-ാം വാക്യം. കർത്താവ് അരുളി ചെയ്തു, അവന് എൻ്റെ ജനമല്ല എന്ന് പേരിടുക. കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. അതേ വാക്ക് തന്നെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത് ലേ അമ്മി എന്നൊരു വാക്കാണ്. ലേ അമ്മി എന്നൊരു ഇംഗ്ലീഷ് വാക്കാണ്. അതിൻ്റെയും ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ലിട്രേഷനാണ് നമുക്കിവിടെ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ കിടക്കുന്നത്. എന്നാൽ മലയാളം POC ബൈബിളിൽ യഥാർത്ഥ ട്രാൻസ്ലേഷൻ തന്നെ, അർത്ഥമാണ് അവിടെ പേരാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പേരിൻ്റെ അർത്ഥം എൻ്റെ ജനമല്ല എന്നുള്ളതാണ്. എൻ്റെ ജനമല്ല. അപ്പോൾ 3 മക്കളുണ്ടായി. ഈ 3 മക്കൾക്കൊരു പേരിട്ടു. സാധാരണ നമ്മുടെ നാട്ടിൽ 3 മക്കളുണ്ടായി. അപ്പോൾ മൂത്തവന് ജിനീഷ് എന്ന് പേരിട്ടു, രണ്ടാമത്തന് അനീഷ് എന്ന് പേരിട്ടു, മൂന്നാമത്തന് ഫിനീഷ് എന്ന് പേരിട്ടു. അതായത് അവസാനിച്ചു, ഇതോടുകൂടി കച്ചവടം പൂട്ടിയെന്ന് പറയാനായിട്ട് ഫിനീഷ് എന്ന് പേരിട്ടു എന്ന് പറയുന്ന പോലെ 3 പ്രധാനപ്പെട്ട വ്യത്യസ്തമായ പേരുകളാണ് ദൈവം ഇടാൻ പറഞ്ഞത്. ഒന്നാമത്തെ പേര് ദൈവം ചിതറിക്കും എന്നർത്ഥം വരുന്നു. 2 കരുണ ലഭിക്കാത്തവൾ എന്നർത്ഥം വരുന്നു. 3-ാമത്തെ പേരാകട്ടെ എൻ്റെ ജനമല്ല എന്ന പേരിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വാക്കുകൾക്കെല്ലാം അർത്ഥം വെച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകന്ന്, ദൈവം ആഗ്രഹിച്ച തലത്തിൽ നിന്നും അകന്ന് ലോകത്തിൻ്റെ തിന്മയിലേക്ക്, ലോകത്തിൻ്റെ പാപങ്ങളിലേക്ക് പോയി പോകുമ്പോൾ ദൈവം പറയുക, നിനക്ക് ഞാൻ ഇതുപോലെയായി മാറും, എനിക്ക് നീ ഇതുപോലെയായി മാറും. എൻ്റെ ജനമെന്ന് ഞാൻ നിന്നെ വിളിച്ചുവെങ്കിൽ ഇന്ന് നീ എൻ്റെ ജനമല്ല എന്ന് പറയത്തക്കവണ്ണം നിന്നെ ഞാൻ പരിത്യജിക്കും, നിന്നിൽ നിന്ന് ഞാൻ ഓടിയകലും. ഇസ്രായേലെ, നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ ജനമാണ്. അല്ലയോ ഇസ്രായേലെ, നീ എൻ്റെ സ്വന്തമല്ലയോ, നിന്നെ ഞാൻ മറക്കുമോ എന്ന് ചോദിച്ച അതേ ദൈവം തന്നെ പറയുകയാണ്, നീ പരസംഗം ചെയ്ത് അന്യ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി, അന്യദേവന്മാരുടെ പിന്നാലെ പോയി, ദൈവത്തിന് ചേർന്ന ആരാധന രീതിയിൽ നിന്ന് നീ എപ്പോൾ വഴിതെറ്റിയോ അപ്പോൾ മുതൽ നീ എൻ്റെ ജനമല്ല എന്ന് കാണിക്കുവാൻ 3-ാമത്തെ കുഞ്ഞിന് എൻ്റെ ജനമല്ല എന്ന പേരിട്ടു. 2-ാമത്തെ കുഞ്ഞിനാകട്ടെ കരുണ ലഭിക്കാത്തവൾ, അതായത് ഇനി ഒരിക്കലും തിരിച്ചു വിളിക്കാത്തവണ്ണം, ഇനി ഒരിക്കലും കരുണ നീ കാണാത്തവണ്ണം നിന്നെ ഞാൻ പരിത്യജിക്കും, നിനക്ക് കരുണ ലഭിക്കത്തില്ല എന്നർത്ഥം വരുന്ന ലൊരുഹാമ എന്ന പേരുകൊണ്ട് അവളെ വിളിച്ചു. ദൈവം ചിതറിക്കുന്നു, ദൈവം തന്നെ ഇത്തരം ജനത്തെ ചിതറിക്കും എന്ന് കാണിച്ചുകൊണ്ട്
ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുക, ഒന്ന് ഹോസിയ പ്രവാചകന്റെ പേര് രക്ഷകൻ എന്ന അർത്ഥത്തിലാണ്. രക്ഷകനായ ദൈവം ഒരു ജനത്തെ ഈ ഭൂമിയിലേക്ക് വിട്ടു. സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം തന്റെ ജനത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവനാണ് രക്ഷകൻ. എങ്കിലും ആ രക്ഷകൻ തന്റെ ജനത്തെ മറക്കാതെ തന്റെ മക്കളെ, ദൈവവചനം പറയുന്നുണ്ട്, കോഴി തന്റെ കുഞ്ഞിനെ മറക്കുമോ? കോഴി തന്റെ ചിറകിൻ കീഴിൽ ഏത് ശത്രു വരുമ്പോഴും അതിനെ ചേർത്ത് പിടിക്കും. എത്ര മറന്നാലും, അമ്മ തന്റെ പെറ്റ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ എന്ന് ചോദിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞിരിക്കെ, എല്ലാം നമ്മൾ കണ്ടിരിക്കെ തന്നെ ദൈവം പറയുകയാണ്, ഇസ്രായേൽ എന്നെ പരിത്യജിച്ചു, ഇസ്രായേൽ എന്നെ ഉപേക്ഷിച്ചു, അവർ അന്യ വിഗ്രഹത്തിന്റെ പിന്നാലെ പോയി, അന്യ ദേവന്മാരുടെ പിന്നാലെ പോയി, എന്നിൽ നിന്നും അവർ അകന്നുപോയി. നമ്മൾ വായിച്ച അതിൻ്റെ 2ാമത്തെ വാക്യം ഒന്നും കൂടി വായിക്കുക. ഹോസിയ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്നും കൂടി ഒന്ന് വായിക്കാം. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന് തുടക്കം. അവിടുന്ന് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയായി വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ചു, വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. ഇവിടെ ദൈവം വേശ്യാവൃത്തിയായി കാണുന്ന ഒരു പ്രവൃത്തി, ദൈവത്തെ മറന്നുകൊണ്ട് നീ എന്തിൻ്റെ പിന്നാലെ പോകുന്നോ, നീ സമ്പത്തിന്റെ പിന്നാലെ പോയാലും, നീ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോയാലും, നീ ലോകത്തിന്റെ പിന്നാലെ പോയാലും, എന്ത് മേഖലയിൽ പോയാലും ദൈവം പറയുകയാണ്, നീ ദൈവത്തെ മറന്നു. നമുക്ക് പലപ്പോഴും നമുക്കൊക്കെ ആകുലതയുണ്ട്. ഓരോ ദിനവും നമുക്ക് ആകുലതയാണ്. ദൈവം ഇന്നത്തെ ദിവസം എങ്ങനെ പോകും, നാളത്തെ ദിനം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുക. ഇങ്ങനെ ആകുലതയില്ലാത്തൊരു മനുഷ്യനുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ മനുഷ്യർക്കും ആകുലതയുണ്ട്. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ആകുലത നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മിക്ക ആളുകളും ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചിരുന്നെങ്കിൽ, ഈ അനുഗ്രഹം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? അതായത് ഒരു പാലം വെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇതാണല്ലോ നമ്മളൊരു സ്ഥിരമായൊരു രീതി. അപ്പോൾ കർത്താവ്, ഞാനൊരു 10 നന്മ നിറഞ്ഞ പറയുമ്പോൾ നിനക്ക് ചെല്ലിയേക്കാം, അപ്പോൾ നീ എനിക്ക് ഒരു അനുഗ്രഹം ഇങ്ങോട്ട് തരണം. ഞാൻ മാതാവുമായി ഒരു ഉടമ്പടി വെച്ചേക്കാം, അപ്പോൾ ഒരു അനുഗ്രഹം ഇങ്ങോട്ട് പോരണം. ഒരു നൊവേന ഞാൻ ചെയ്തേക്കാം, ഒരു അനുഗ്രഹം എനിക്ക് ഇങ്ങോട്ട് പോരണം. ഒരു നോട്ടുമാല ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം, എനിക്കൊരു അനുഗ്രഹം ഇങ്ങനെ വേണം. ഇതായത് എല്ലാ കാര്യത്തിനും നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, എല്ലാത്തിനും ഈ ഒരു തലത്തിലേക്ക് നമ്മൾ പോയി നമ്മുടെ ജനം പോയി, ഈ ആചാര അനുഷ്ഠാനങ്ങളാണ് ശ്രേഷ്ഠമെന്ന രീതിയിൽ നമ്മൾ മാറിപ്പോയി. ഇപ്പോൾ ഞാൻ ഈ നമ്മൾ സംസാരിക്കുന്ന ഇന്ന്, നാളെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ദേവാലയത്തിൽ ഏറ്റവും വലിയൊരു പെരുന്നാൾ നടക്കുക. എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ, അതായത് എനിക്കൊരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഉള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുരിശും തൊട്ടി, അതായത് ഒരു 1 സെൻറ്റ് സ്ഥലമോ 2 സെൻറ്റ് സ്ഥലത്തെ കണ്ടൊരു ചെറിയൊരു കുരിശും തൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവിടെ നൊവേന തുടങ്ങി, യൂദാസ്ലീഹയുടെ നൊവേന തുടങ്ങി. ഇത് അന്നത്തെ സമയത്ത് ഈ യൂദാസ്ലീഹയുടെ നാമധേയത്തിൽ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമുക്ക് വലിയ വചനമൊന്നും അറിയില്ല, ബൈബിളിനെ കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യമില്ല. കർത്താവിനെ ഒറ്റുകൊടുത്തവനെ തന്നെ വിശുദ്ധനാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ബൈബിളിൽ 2 യൂദയുണ്ടെന്നും, കർത്താവിന് ഒറ്റുകൊടുത്ത യൂദയല്ല, അത് മറ്റൊരു യൂദയാണ് 12 ശിഷ്യന്മാരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. അതെൻ്റെ കുറവാണ്. നിങ്ങൾ ആരൊക്കെ അങ്ങനെ ഒരു സംശയം തോന്നി എന്നുള്ളത് എനിക്കറിയത്തില്ല. പലരും ചിരിക്കുന്നുണ്ട്. ഇതേ സംശയം തോന്നിയ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഈ ഒരു ചിന്ത നമ്മൾ നോക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ ഒരു ചെറിയൊരു ചർച്ച്, ഒരു കുഞ്ഞു ദേവാലയമായി തുടങ്ങിയ സ്ഥലത്ത് ഇന്ന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ വലിയ പള്ളിയായി, അതിൻ്റെ ഓപ്പോസിറ്റുള്ള പാടം നികത്തി. നാളത്തെ ദിവസം 1,00,000 പേരുടെ ഊട്ടുസദ്യയാണ് അവിടെ നടക്കുന്നത്. 1,00,000 പേരുടെ ഊട്ടുസദ്യ. അപ്പോൾ പെരുന്നാൾ നടത്താൻ 10,000 കൊടുത്താൽ അനുഗ്രഹം കുറച്ച് കൂടുതലാണ്, 5,000 കൊടുത്താൽ കുറച്ചൊന്ന് കുറയും, 1,000 കൊടുത്താലും വിരോധമില്ല, പക്ഷെ അനുഗ്രഹത്തിൻ്റെ കനം കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. അപ്പം കൊടുക്കുന്നതനുസരിച്ച് അനുഗ്രഹത്തിൻ്റെ ലെവല് വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ ആ ഊട്ടുനേർച്ചയൊക്കെ നടത്തി അനുഗ്രഹം പ്രാപിക്കാൻ നടക്കുന്നവരാണ് നമ്മുടെ ആളുകൾ മുഴുവൻ. ഇന്ന് അതിനാ കച്ചവടമുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയിപ്പോൾ ഇതേ ദേവാലയത്തിൽ തന്നെ, ഇതേ സ്ഥലത്ത് തന്നെ കൺവെൻഷൻ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൺവെൻഷൻ, ബൈബിൾ വചന പ്രഘോഷണം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 100 പേരൊന്ന് തികച്ച് കണ്ടാൽ നമുക്ക് സന്തോഷമാണ്. 100 പേര്. അതാ പള്ളിക്കകത്ത് ആ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ഓരോ സൈഡിൽ ഓരോ മൂലയ്ക്കൊക്കെ 4-5 പച്ചമരിക്കുന്നുണ്ടാവും.
ഇനി അപ്പുറത്തോട്ട് കാണത്തില്ല. പക്ഷെ ഊട്ടുനേർച്ചയ്ക്ക് 1,00,000-ൽ കൂടുതൽ പേര് വരും. നമ്മളെല്ലാം ഇങ്ങനെയാ, സുവിശേഷ പ്രഘോഷണമാണ് നടത്തണമെങ്കിൽ ഒരു 100 പേര് അല്ലെങ്കിൽ 50 പേര്. പക്ഷേ ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നടത്തുന്നതെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് എത്ര വേണമെങ്കിലും വരും. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നിൽ നിന്നും അകന്നുപോയി. എത്രത്തോളം നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോയി എന്ന് നമ്മൾ ആ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 31-ന്റെ 16 മുതൽ 18 വരെ വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നീ നിന്റെ പിതാക്കന്മാരുടെ കൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചെന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും. അന്ന് അവരുടെ നേരെ എൻ്റെ കോപം ജ്വലിക്കും. ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എൻ്റെ മുഖം മറക്കുകയും ചെയ്യും. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്നെ പരിത്യജിച്ചാൽ ഞാൻ അവരിൽ നിന്ന് മുഖം മറയ്ക്കും. എന്നെ വിട്ട് അന്യദേവന്റെ പിന്നാലെ, അന്യ ആരാധനയിൽ, അന്യ തിന്മയിൽ നീ പോയി കഴിഞ്ഞാൽ ദൈവം അവനിൽ നിന്നും മുഖം മറയ്ക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. ഹോസിയ പ്രവചനം 2-ന്റെ 8 മുതൽ 9 വരെ വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. ഹോസിയ 2-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൾക്ക് ധാന്യവും വീനും എണ്ണയും കൊടുത്തതും അവർ ബാലിന് അർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല. അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എന്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എന്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. അതായത് ദൈവം പറയുകയാണ്, അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിന് അർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും അവളുടെ സമ്പത്തും സകലതും ഞാനാണ് അവൾക്ക് കൊടുത്തതെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ വിചാരിച്ച് അവൾ കൊടുത്ത ആ എന്തോ തിന്മ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്തോ അവൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അവൾക്ക് ലഭിച്ചത് എന്നുള്ളൊരു ചിന്തയാണ് അവളുണ്ടാകുന്നത്. അവൾ ബാലിന് എന്തോ നേർച്ച നേർന്നപ്പോൾ, ബാലിനെന്തോ കാഴ്ചകൾ സമർപ്പിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ ധാന്യമാണ്, സമ്പത്താണ് എന്നാണ് അവൾ കരുതുന്നത്. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ പ്രവാചകൻ, അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവൻ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ടും അവളെ സമ്പന്നനാക്കിയതും ഞാനാണ്. അതായത് ഇവളി കൊണ്ടുവന്ന് ബാലിനർപ്പിക്കുന്ന സമ്പത്ത് പോലും ഈ പറയുന്ന ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ എടുക്കുന്ന സ്വന്തം പോക്കറ്റിലെ തുകയെന്ന് വിചാരിക്കുന്നത് പോലും ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആര് ചിന്തിക്കുന്നില്ല. ഈ ജനം വിശ്വസിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവം പറയുക, നിന്റെ അമാവാസിയെ ഞാൻ വെറുക്കും, നിന്റെ ആചാരങ്ങളെ ഞാൻ വെറുക്കും, നിന്റെ അനുഷ്ഠാനങ്ങളെ ഞാൻ വെറുക്കും, ഞാൻ നിന്നിൽ നിന്നും ഓടി അകലും. അതിന്റെ 11-ാം വാക്യം വായിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് ദൈവം പറയുന്നത്, അതായത് ഇത്തരം ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒന്നും ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവോടെ പറഞ്ഞിരിക്കുന്നത്. 11-ാം വാക്യം, അവളുടെ ഹർഷാരവങ്ങൾ, ഉത്സവങ്ങൾ, അമാവാസികൾ, സാബത്തുകൾ, നിർദ്ദിഷ്ടോത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും. സകലത്തിന് ഞാൻ അറുതി വരുത്തും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ദൈവത്തെ വിട്ടകന്ന് പോയി കഴിഞ്ഞാൽ, ദൈവത്തെ മറന്ന് ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും, നമ്മൾ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ബലികൾ എനിക്ക് നികൃഷ്ടമാണ്, എനിക്ക് അരോസലമാണ്, എനിക്ക് കേൾക്കണ്ട, എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞോ നിന്റെ കാളക്കുട്ടി എനിക്ക് ബലിയർപ്പിക്കാൻ, നിന്റെ ആടുമാടുകൾ എനിക്ക് ബലിയർപ്പിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? എനിക്ക് നിന്റെ ബലി വേണ്ട, ഞാൻ നിന്റെ ബലിയെ വെറുക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഈ യെശയ്യായും ഹോസിയായും ഒരേ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരായിട്ടാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിന്റെ ബലികൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ നിന്നോട് പറഞ്ഞോ ബലിയർപ്പിക്കാൻ. യഹോവ തന്നെയല്ലേ, കർത്താവ് തന്നെയല്ലേ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞത്, സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞത്, നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് ബലി അർപ്പിക്കണം, അതിങ്ങനെയായിരിക്കണം. ലേവ്യ പുസ്തകത്തിൽ ആ ലേവി പൗരോഹിത്യത്തിൽ എങ്ങനെയാണ് ബലി അർപ്പിക്കുന്നത് എന്ന് വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആടുകളെയാണെങ്കിൽ ഇങ്ങനെ, കാളക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ, ചെങ്ങാലികളെയാണെങ്കിൽ ഇങ്ങനെ, ധാന്യബലിയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെ ബലി അർപ്പിക്കേണ്ട വിധവും രീതിയും എല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവം ചോദിക്കുക, ഞാൻ നിന്നോട് ബലി അർപ്പിക്കാൻ പറഞ്ഞു, നിന്റെ ആടുകൾ എനിക്കെന്തിന്, നിന്റെ ആടുമാടുകൾ എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്ന അതേ ദൈവത്തെ തന്നെ കാണാം. ഇതെന്താ ദൈവം രണ്ട് രീതിയിൽ സംസാരിക്കുന്നത്? ഒരു സ്ഥലത്ത് ദൈവം പറഞ്ഞു നിന്റെ ബലി എനിക്ക് വേണ്ട, ഞാൻ നിന്നോട് പറഞ്ഞു ബലി അർപ്പിക്കാൻ. എന്നാൽ അതേ ദൈവം തന്നെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുക, നീ എനിക്ക് ഇങ്ങനെ ഇന്ന രീതിയിൽ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇത് രണ്ട് രീതിയിൽ എന്തുകൊണ്ട് ദൈവം പറഞ്ഞു? ദൈവം ആഗ്രഹിക്കുന്ന ബലി യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. നമ്മളുടെ ഹൃദയമാണ് ദൈവസന്നിധിയിൽ ബലിയായി അർപ്പിക്കപ്പെടേണ്ടത്. എനിക്ക് പണമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, അതുകൊണ്ട് 10,000 കിടക്കട്ടെ അല്ലെങ്കിൽ 1,00,000 കിടക്കട്ടെ. നോ, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയും, എനിക്ക് നിന്റെ ബലി അനവസരമാണ്, ഞാനത് വെറുക്കുന്നു, എനിക്കത് വേണ്ട. ദൈവം ആഗ്രഹിക്കുന്ന ബലി നിന്റെ നുറുങ്ങിയ ഹൃദയമാണ്. നമ്മുടെ നുറുങ്ങിയ ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ 10,000, 1,00,000, 10 ലക്ഷമോ എത്ര കൊണ്ടു കൊടുത്താലും ദൈവം പറയും, എനിക്കെന്തിനാ, ഞാനല്ലേ നിനക്ക് തന്നേ. നീ 10 ലക്ഷമല്ല, 1 കോടിയല്ല, എത്ര കൊണ്ടുവന്ന് തന്നാലും, ഈ ലോകത്തിന്റെ സർവ്വസമ്പത്തും എനിക്ക് തന്നാലും, ഇത് നിനക്ക് തന്നത്, നിന്നെ ഏൽപ്പിച്ചത് ഞാനല്ലേ എന്നാ ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എനിക്കത് താല്പര്യമില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക, അവളുടെ ഹർഷാരവങ്ങളും ഉത്സവങ്ങളും അമാവാസികളും സാപത്തുകളും നിർദ്ദിഷ്ടോത്സവങ്ങളും എല്ലാത്തിനും ഞാൻ അറുതി വരുത്തും, സകലതും ഞാൻ മാറ്റും, എല്ലാത്തിനും ഞാൻ അറുതി വരുത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതായത് ഇത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു, ഈ വേശ്യാവൃത്തിയെ, ഇസ്രായേലിന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. 3 മക്കളെ അവരോട് ദൈവം ചെയ്യാനിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഹോസിയ പ്രവാചകനെ ദൈവത്തിന്റെ രക്ഷയെ സൂചിപ്പിക്കുന്നു. ഈ പറയുന്ന ഹോമർ എന്ന് പറയുന്ന സ്ത്രീയെ, ഈ പാപിനിയായ സ്ത്രീയെ, അവൾ പരിപൂർണമാക്കപ്പെട്ടാലേ ഇനി ഞാൻ അവളെ വീണ്ടെടുക്കത്തുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. അവൾക്കുണ്ടായ 3 പുത്രന്മാരെ, 2 പുത്രന്മാരെ 1 പുത്രിയെയും 3 മക്കളെ കുറിച്ച് 3 പേർക്കുള്ള പേര്: 1 ദൈവം ചിതറിപ്പിക്കും, 2 കരുണ ലഭിക്കാത്തവളെന്നും, 3 ഞാൻ ഒരിക്കലും എൻ്റെ ജനമല്ല, എൻ്റെ ജനമെന്ന് ഞാൻ വിളിച്ചവളെ എൻ്റെ ജനമല്ല എന്ന് വിളിക്കുന്ന തരത്തിലേക്കും അവൾക്ക് ആ മക്കൾക്ക് 3 പേരുകൾ ദൈവം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ദൈവം പറയുകയാണ്, ഇനി കുറെ കാലത്തേക്ക് അമാവാസികൾ ഉണ്ടാകില്ല, സാപത്തുണ്ടാകത്തില്ല, ഉത്സവങ്ങൾ ഉണ്ടാകത്തില്ല, നിർദ്ദിഷ്ട ഉത്സവങ്ങളോ ബലികളോ കാഴ്ചകളോ ഒന്നും തന്നെ ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് ദൈവം പ്രവചിച്ചു വെക്കുക. നമ്മൾ നോക്കുക, യേശുക്രിസ്തു എന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം തൻ്റെ പരസ്യജീവിത കാലം യേശു എല്ലാ സുവിശേഷവും പ്രസംഗിച്ചു. എന്നാൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. നീതിയുടെ നാഥനെ, കർത്താവായ യേശുവിനെ അവർ കുരിശിൽ തറച്ചു. അതിനുശേഷം AD 70 വന്നപ്പോൾ ഇസ്രായേൽ ചിതറിക്കപ്പെട്ടു. AD 140 വന്നപ്പോൾ ജെറുസലേം ദേവാലയം പൂർണ്ണമായി തകർക്കപ്പെട്ടു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വണ്ണം അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഏകദേശം 1900 വർഷം ഉത്സവങ്ങളില്ല, അമാവാസികളില്ല, നിർദ്ദിഷ്ട ബലികളില്ല, യാതൊന്നുമില്ലാതെ ദൈവം അതിന് അറുതി വരുത്തി. കരുണ ലഭിക്കാത്തവളെന്നും ചിതറിക്കപ്പെട്ടവളെന്നും എൻ്റെ ജനമല്ല എന്ന് പറയുന്ന അതേ വാക്ക് തന്നെ ഇസ്രായേലിനെ നേരെ നോക്കി, ഫിസിക്കൽ ഇസ്രായേലിനെ നോക്കി ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. ഇവിടെയെല്ലാം ഇസ്രായേലിനെയാണ് സകല കാര്യങ്ങളും സൂചിപ്പിക്കുന്നതെങ്കിലും ഈ ഇസ്രായേലിനെ സൂചിപ്പിക്കുമ്പോഴും, ഇത് ഫിസിക്കൽ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോഴും, ഒരു സ്പിരിച്വൽ ഇസ്രായേൽ, ഒരു ആത്മീയ ഇസ്രായേലിനെ ദൈവം കാണുന്നുണ്ട്. ആ ദൈവം അവളെ വീണ്ടും യോജിപ്പിക്കുന്ന, വിളിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇസ്രായേലിനെയും ഫിസിക്കൽ ഇസ്രായേലിനെയും സ്പിരിച്വൽ ഇസ്രായേലിനെ കുറിച്ചും ഈ വാക്യത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങൾ. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. സിയോനിൽ നിന്ന് വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. അതായത് വിജാതീയരുടെ രക്ഷയ്ക്ക് വേണ്ടി. അതിന് തൊട്ട് മുമ്പുള്ള വചനോട് വായിക്കാമോ ബ്രദർ? 25-ാം വാക്യം വായിക്കാമോ? സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതീയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ. വിജാതീയരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഹൃദയ കാഠിന്യം ദൈവം അവിടെ പറയുകയാണ്. അങ്ങനെ ഇസ്രായേൽ ഹൃദയം കാഠിന്യമായതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. എന്ന് ചിതറിക്കപ്പെട്ടു, 2 എൻ്റെ ജനമല്ല എന്ന് പറയുന്ന അവസ്ഥ വന്നു, 3 പൂർണ്ണമായി ദൈവം അവളെ ഉപേക്ഷിച്ചു, കരുണ ലഭിക്കാത്തവളെന്നും അവളോട് ദൈവം കാണിച്ചു. നമ്മൾ നോക്കുക, ഇസ്രായേലിനത്രം കഷ്ടത അനുഭവിച്ച ലോകത്ത് ഒരു ഗോത്രമോ ഒരു രാജ്യമോ ഒരു ദേശമോ ഒരു വംശമോ ഇല്ല. യഹൂദനെ പോലെ കഷ്ടത അനുഭവിച്ച, വേദന അനുഭവിച്ച, പീഡകൾ അനുഭവിച്ച
വേറൊരു ജനത ലോകത്തില്ല. 60 ലക്ഷത്തിലധികം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു. ഏകദേശം യഹൂദൻ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ലോകം മുഴുവനുമാണ്. ചിതറിക്കപ്പെട്ടു, ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു. കരുണ ലഭിക്കാത്തവൾ എന്ന് പറയത്തക്കവണ്ണം അത് മുഴുവൻ അത് അനുഭവിച്ചു. എൻ്റെ ജനമല്ല എന്ന് പറയത്തക്കവണ്ണം 1900 വർഷം തൻ്റെ ജനത്തെ ദൈവം ഉപേക്ഷിച്ചു. ഒരു ചെറിയൊരു കാലഘട്ടത്തെ കുറിച്ച് അപ്പസ്തോലൻ ദൈവാത്മാവിൽ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഇസ്രായേൽ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുക. 26-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. സിയോനിൽ നിന്ന് വിമോചകൻ വരും. സിയോനിൽ നിന്ന് വിമോചകൻ വരും. അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. സകല യാക്കോബിന്റെ ജനത്തിൽ നിന്നും അധർമ്മം അകറ്റിക്കളഞ്ഞ് ഞാൻ അവരെ വീണ്ടെടുക്കും, ഞാൻ അവരെ വിശുദ്ധീകരിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ നേരത്തെ വായിച്ച ഹോസിയ പ്രവാചകന്റെ 3-ാം അധ്യായം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിശ്വസ്തതയെ തിരിച്ചെടുക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് 3 മക്കളുണ്ടായി. അവൾ ഒരിക്കൽ വേശ്യ സ്ത്രീ ആയിരുന്നു, പാപം ചെയ്തവളായിരുന്നു, തിന്മ ചെയ്തവളായിരുന്നു. എന്നാൽ പ്രവാചകൻ അവളെ പരിഗ്രഹിച്ചു. 3 മക്കൾ അവൾക്ക് ലഭിച്ചു. അതിനുശേഷവും അവൾ പിന്നെയും പഴയ പാപത്തിലേക്ക് പോയി. ആ പഴയ പാപത്തിലേക്ക് പോയതിനു ശേഷവും അവളെ വീണ്ടും ചേർക്കുന്ന ഒരു ദൈവത്തെ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ നമ്മൾ കാണുകയാണ്. അൺകണ്ടീഷണൽ ലവ്, ഒരു അതിരുകളുമില്ലാതെ, യാതൊരുവിധ നിബന്ധനകളോ നിയമമോ വയ്ക്കാതെ അവളെ വീണ്ടെടുക്കുന്ന, അവളെ സ്വന്തമാക്കുന്ന ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു രീതിയെ നമ്മൾ അവിടെ കാണുകയാണ്. അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 3-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. 3-ന്റെ 1 മുതൽ വായിച്ചോ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ പോയി ജാരവേഴ്ചയുള്ളവളും വ്യഭിചാരിണിയുമായ ഒരുവളെ സ്നേഹിക്കുക. മുന്തിരിയിടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പിറകെ പോവുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ. ഇത്രയൊക്കെ തിന്മ ചെയ്തിട്ടും പാപം ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിക്കുന്നത് പോലെ നീ അവളെ വീണ്ടും സ്വന്തമാക്കുക, നീ അവളെ പ്രാപിക്കുക, അവളെ സ്വന്തമാക്കുക. അടുത്ത വാക്യം വായിക്കുമ്പോൾ 15 ഷെക്കൽ വെള്ളിയും 1.5 ഹോമർ ബാർലിയും കൊടുത്ത് ഞാൻ അവളെ സ്വന്തമാക്കി. 15 ഷെക്കൽ വെള്ളിയും 1.5 ഹോമർ കൊടുത്ത് ബാർലിയും കൊടുത്ത് ഞാൻ അവളെ സ്വന്തമാക്കി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഇവള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി, പ്രവാചകനിൽ നിന്ന് അകന്നുപോയി, വീണ്ടും അവൾക്ക് ഇഷ്ടമുള്ള ഏതോ പുരുഷന്റെ കൂടെ അവൾ പോയി. പക്ഷെ ഇപ്പോൾ അവൾ എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൾ അടിമയാണ്. അതുകൊണ്ടാണ് 15 ഷെക്കൽ കൊടുത്ത് അവളെ തിരിച്ചെടുക്കുന്നു. 15 ഷെക്കൽ കൊടുത്ത് അവളെ തിരിച്ചെടുക്കുന്നു. അവളുടെ അടുത്ത് പോയി പറയുകയാണ്, എടി നീ എൻ്റെ ഭാര്യ ആയിരുന്നല്ലോ കുറെ വർഷം, നീ എനിക്ക് 3 മക്കളെ തന്നല്ലോ, നീ തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടല്ല അവളെ തിരിച്ചെടുക്കുന്നത്. പകരം എങ്ങനെയാണ് അവളെ തിരിച്ചെടുക്കുന്നത്? 15 ഷെക്കൽ വെള്ളി തന്നെ കൊടുത്ത് അവളെ വീണ്ടെടുക്കുന്നു. വീണ്ടെടുപ്പ് വില കൃത്യമായി കൊടുത്ത് അവളെ വീണ്ടെടുക്കുന്ന ഒരു രക്ഷകനെ ഇവിടെ സൂചിപ്പിക്കുക. സമ്പൂർണതയില്ലാത്ത, പൂർണ്ണതയില്ലാത്ത പാപിനിയായവളെ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, ഒരു കണ്ടീഷനും ഇല്ലാതെ, യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെ വീണ്ടെടുക്കുന്ന ഒരുവനെ നമ്മൾ കാണുകയാണ്. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സർവശക്തനായ ദൈവം നമ്മെ വീണ്ടെടുക്കുന്ന, മറുവില തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കുന്ന ആ യേശുവിൻ്റെ കരുണയെ, യേശുവിൻ്റെ സ്നേഹത്തെ ഒരിക്കലും നമുക്ക് തുലനം ചെയ്യാൻ കഴിയാത്ത, യാതൊന്നുകൊണ്ടും നമുക്ക് ഉപമിക്കാൻ പോലും കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ സ്നേഹത്തെയാ നമ്മൾ കാണുന്നത്. എത്രത്തോളം വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയ. കാരണം യാതൊരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവണ്ണം കർത്താവ് നമ്മളോട് കരുണ കാണിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സാറിനെ കൊണ്ട് ഞാനൊരു കോളേജിലോട്ട് പോയി. നല്ല പ്രായമുള്ള, ഏകദേശം 82 വയസ്സുള്ളൊരു അപ്പച്ചനാണ്. അപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, കാർ ഓടിച്ച് ഞാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കാർ ഓടിച്ച് ആ കോളേജിൻ്റെ വാതിൽക്കൽ ചെന്നപ്പം സെക്യൂരിറ്റിക്കാരൻ എനിക്ക് നേരെ ഗേറ്റ് അടഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ വന്നിട്ട് ചോദിച്ചു, ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പ്രായമുള്ള ഒരാളാണ്, അകത്ത് കയറണം, അകത്തുള്ള പ്രിൻസിപ്പളിനെ കാണണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, ക്ലാസ് സമയത്ത് ഗേറ്റ് തുറക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന നിയമം, യാതൊരു തരത്തിലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന, ഈ കാറിലിരുന്ന ഈ വ്യക്തി, ഈ 82 വയസ്സുള്ള ഈ സാറ് തല പുറത്തേക്ക് ഇട്ടിട്ട് ഗ്ലാസ് താത്തിട്ട് പറഞ്ഞു, വന്നിരിക്കുന്നത് ഞാനാണെന്ന് തൻ്റെ പ്രിൻസിപ്പളിനോട് പറഞ്ഞാൽ ആൾ വന്ന് ഗേറ്റ് തുറക്കും. കാരണം ഈ കോളേജ്
ഉണ്ടാക്കിയതും അതിൻ്റെ മേൽനോട്ടം വഹിച്ചതും അതിൻ്റെ മുക്കും മൂലയും വരെ ഡിസൈൻ ചെയ്തതും അതിൻ്റെ സകല കാര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് എൻ്റെ വണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് വന്നിരിക്കുന്നത് പ്രിൻസിപ്പളോട് പറഞ്ഞാൽ മതി, നീ തുറന്നോ, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. സെക്യൂരിറ്റിക്കാരനെ സംബന്ധിച്ച് ഇതേ പ്രിൻസിപ്പൽ കൊടുത്ത നിയമമാണ് ഗേറ്റ് തുറക്കരുത്, ക്ലാസ് ടൈമിൽ യാതൊരു വാഹനവും അകത്ത് പ്രവേശിപ്പിക്കരുത്. പക്ഷെ പുറത്തു വന്നിരിക്കുന്ന വ്യക്തി അത്രത്തോളം വേണ്ടപ്പെട്ടവനായതുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ മനസ്സോടെ ഗേറ്റ് തുറന്നു കൊടുത്തു. ഞാൻ അന്തസ്സായിട്ട് കാർ അതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഇറങ്ങി എൻ്റെ കൈ പിടിച്ച് ഞാൻ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ആ കോളേജിലുള്ള ലൈബ്രറിയൻ തുടങ്ങി പിയൂൺ മുതൽ സാറുമാർ മുതൽ എല്ലാവരും ഓടി എന്നെ ഇങ്ങനെ ചുറ്റും, എൻ്റെ ചുറ്റും, അതായത് എൻ്റെ കൈമയാണ് ഈ അപ്പച്ചൻ കൈ പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു VVIP രീതിയിൽ എല്ലാവരും വന്നിട്ട് സാറേ ഓ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, ഇങ്ങോരു മോശക്കാരനല്ല, കാര്യം എൻ്റെ കൈമയെ പിടിച്ചേക്കുന്നത്, ചുറ്റുമുള്ളവർ മുഴുവൻ എന്നെയാണ് നോക്കുന്നത്, ഇവൻ ആരാ എന്ന രീതിയിൽ. അപ്പം എനിക്ക് മനസ്സിലായി തിരക്കേടില്ല. അതായത് നമ്മൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ പുള്ളി കുറച്ച് കാലം കളക്ടറുടെ വാഹനം ഓടിച്ചു. കളക്ടറുടെ വാഹനം ഓടിച്ചു കഴിഞ്ഞപ്പം ഈ കളക്ടർ ഇരിക്കുന്നത് കൊണ്ട് പോലീസുകാർ മുഴുവൻ സല്യൂട്ട് അടിക്കും. സല്യൂട്ട് പോലീസിനല്ല, മറ്റേ കളക്ടർക്കാണ് പോകുന്നതെങ്കിലും ഈ വാഹനം ഓടിക്കുന്നവനൊരു സുഖമാണ്, കിട്ടുന്ന ഒരു സല്യൂട്ടല്ലേ. 10ാം ക്ലാസ് ജയിക്കാത്തവന് കിട്ടുന്ന സല്യൂട്ടിൻ്റെ വില ഭയങ്കര വിലയാണ്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഇരിക്കുന്നവൻ്റെ വില കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. എനിക്ക് ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ യോഗ്യതയില്ല. ദൈവത്തെ വിളിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. എൻ്റെ യോഗ്യതയാലല്ല ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. പകരം എന്നെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് വിലയായ അവൻ്റെ രക്തം കൊടുത്ത് എന്നെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. ദൈവത്തിന്റെ വചനം പറയുക, കൃപയും കരുണയും ഒരുമിച്ച് കടന്നു വന്നുകൊണ്ട്, നീതിയും സത്യവും ഒരുമിച്ച് കടന്നു വന്നുകൊണ്ട് അവൻ നമ്മെ വിശുദ്ധീകരിച്ചു. എങ്ങനെയാണ് നീതിയും സത്യവും ഒരുമിച്ച് കടന്നു വരിക? ഒരു നീതിപീഠം, ഇപ്പോൾ ഞാനൊരു ജഡ്ജായിട്ട് നിൽക്കുകയാണെന്ന് നോക്കിയാൽ, ഞാനൊരു ജഡ്ജാണ്. അല്ലെങ്കിൽ നമ്മുടെ ബിബിൻ ബ്രദറിനെ എടുക്കാം, എന്തായാലും ഉദാഹരണം ഇരിക്കട്ടെ. ബിബിൻ ബ്രദർ ഒരു ജഡ്ജാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ബിബിൻ ബ്രദർ ജഡ്ജായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ മകൻ ഒരു കുറ്റം ചെയ്ത് അതേ നീതിപീഠത്തിൻ്റെ മുൻപിൽ വരികയാണ്. ആ നീതിപീഠത്തിൻ്റെ മുൻപിൽ ഒരു കൊലപാതക കുറ്റം ചെയ്ത് മകൻ വന്ന് നിൽക്കുമ്പോൾ ഒന്നുകിൽ ആ മകനോട് കരുണ കാണിക്കാം, സ്നേഹം കാണിക്കാം, അല്ലെങ്കിൽ ആ മകനോട് നീതി പ്രവർത്തിക്കാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് കരുണയോ സ്നേഹമോ കാണിക്കുകയാണെങ്കിൽ നിയമം നോക്കാതെ അവനെ വെറുതെ വിടാം, ഒന്നും ചെയ്യേണ്ട, അവനെ വെറുതെ വിടാം. അല്ല, നീതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിയമം നോക്കി അവനെ ശിക്ഷിക്കേണ്ടി വരും. അവനെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റത്തില്ല, അവനെ ശിക്ഷിക്കേണ്ടി വരും. ഇത് രണ്ടും കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും? യേശു പറയുക, ഞാൻ സ്നേഹമാണ്. ദൈവം പറയുക, തൻ സ്നേഹമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതേ ദൈവം തന്നെ പറയുക, താൻ നീതിമാനാണ്, നീതിയുള്ള ദൈവമാണ്. എങ്ങനെയാണ് നീതിയും കരുണയും, നീതിയും സ്നേഹവും എല്ലാം ഒരുമിച്ച് പോവുക? ഇത് രണ്ടും കൂടി ഒരേപോലെ, അതായത് തൻ്റെ മകനെ വെറുതെ വിടുകയും വേണം, എന്നാൽ നീതി പ്രവർത്തിക്കുകയും വേണം. 12 വർഷം അവന് ശിക്ഷ കൊടുത്താൽ ഒരിക്കലും അത് നീതിയാണ്, പക്ഷേ അവനോടൊരു സ്നേഹം കാണിക്കാൻ പറ്റത്തില്ല. ഇനി സ്നേഹം കാണിച്ചവനെ വെറുതെ വിട്ടാൽ അപ്പോൾ നീതി ഇല്ലാത്തൊരു പ്രവൃത്തിയായിട്ട് മാറും. ഇത് രണ്ടും കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു കഥയുണ്ട്. ഒരു രാജാവ് ഒരു കൽപ്പന ഇങ്ങനെ എഴുതി വെച്ചു, ഇന്ന് പകൽ ഭക്ഷണം കഴിക്കുന്നവൻ 15 ചാട്ടവാറിന് അടി വാങ്ങേണ്ടി വരും, 15 പ്രാവശ്യം. തൻ്റെ മകൻ വിശന്നു, അന്ന് ഭക്ഷണം കഴിച്ചു. നീതിപീഠത്തിന് മുൻപിൽ തൻ്റെ മകനെ കൊണ്ടുവന്നു. നീതിമാനായ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, 15 അടി അവന് കൊടുക്കുക, 15 അടി അവന് കൊടുക്കുക. എന്നിട്ട് രാജാവ് ഇങ്ങനെ ചെയ്തു. ആ മകൻ്റെ പുറത്ത് തൻ്റെ രാജാവ് കെട്ടിപ്പിടിച്ച് അടി മുഴുവൻ രാജാവിന് കൊള്ളുന്ന തരത്തിൽ അവനെ ചേർത്ത് വാരി പുണർന്നു പിടിച്ചു. എന്നിട്ട് 15 അടിയും അവൻ വാങ്ങി. നീതിമാനായ രാജാവ് ശിക്ഷ കൽപ്പിച്ചു, അവന്റെ നീതി അവൻ പ്രവർത്തിച്ചു. യാതൊരു കോംപ്രമൈസും ഇല്ലാതെ തൻ്റെ മകനായിരുന്നിട്ടും 15 അടി അവന് കൊടുത്തു. പക്ഷെ ആ 15 അടിയും രാജാവ് തന്നെ ഏറ്റെടുത്തു, അവൻ തന്നെ അത് സ്വന്തമാക്കി, എന്നിട്ട് അവനെ വീണ്ടെടുത്തു. ഇതാണ് ദൈവവചനം പറയുന്നത്,
അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി, നീതിയും സ്നേഹവും നിറഞ്ഞവനായി, അവൻ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് തടസ്സമായി നിന്ന് ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ വന്ന് തൻ്റെ രക്തം പൂർണ്ണമായി വിലക്ക് കൊടുത്ത് അവൻ നമുക്ക് മറുവിലയായി മാറി. ഇതാണ് 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ദൈവവചനം നമ്മളോട് പറയുന്നത്. 1 തിമോത്തിയോസ് അതിന്റെ 2-ാം അധ്യായം 5ഉം 6ഉം വാക്യം അതൊന്ന് നമുക്ക് വായിക്കാം. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു ക്രിസ്തു. അതായത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തെ നിരപ്പാക്കാൻ ദൈവത്തിനും മനുഷ്യനും തുല്യനായ ഒരു വ്യക്തി വേണം. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു പൂർണ്ണനായ ഒരു വ്യക്തി വേണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഒരു മധ്യസ്ഥനെ അവിടെ ദൈവം വെക്കുക. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അടുത്ത വാക്യം വായിക്കുമ്പോൾ, അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മറുവിലയായി മോചനമൂല്യമായി രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അടിമയായിരുന്ന, പാപിയായിരുന്ന, ദൈവത്തിൽ നിന്നും അകന്നുപോയ, പ്രവാചകനിൽ നിന്നും മാറിപ്പോയ, തൻ്റെ ഇഷ്ടത്തിന് പോയ ആ സ്ത്രീയെ 15 ഷെക്കൽ വെള്ളി കൊടുത്ത്, ഒരു ഹോമർ കൊടുത്ത് അവളെ വീണ്ടെടുക്കുമ്പോ ദൈവം പറയുന്നതാണ്, പ്രിയ മകനെ മകളെ, നീ അടിമയാ, നീ പാപിയാ, ദൈവത്തിൽ നിന്നും അകന്നു പോയവനാ. നിന്റെ അടിമത്തം മാറ്റുവാൻ, പാപത്തിന്റെ അടിമത്തം മാറ്റുവാൻ ഞാൻ കൊടുക്കുന്നത് എൻ്റെ രക്തം തന്നെ മറുവിലയായി കൊടുത്ത് ഞാൻ നിന്നെ വീണ്ടെടുക്കുകയാ, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുകയാ. എത്ര പേർക്ക് കഴിയും ആ കർത്താവിനെ സ്നേഹിക്കുവാൻ? എത്ര പേർക്ക് കഴിയും ആ ദൈവത്തോട് ചേർന്നിരിപ്പാൻ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം തന്നെ വരച്ചു കാണിക്കുന്നത് എങ്ങനെയാ? അൺകണ്ടീഷണൽ ലവ്. ഒരു മാർഗവും ഒരു കാര്യവും വെക്കാതെ, ഒന്നുമില്ലാതെ, അവൾ പാപിയായിട്ടും ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടും പ്രവാചകനിൽ നിന്ന് അകന്നു പോയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും പിന്നെയും അവളെ വീണ്ടെടുക്കുന്ന, അവൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന, അവൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പ്രവാചകനെ വരച്ചു കാണിക്കുമ്പോൾ ദൈവം കാണിക്കുന്ന കാര്യം ഇതാണ്: തൻ്റെ ജനത്തോട് ദൈവം ചെയ്യുന്ന സ്നേഹം എത്രത്തോളം വലുതാ. എൻ്റെ ജനമല്ലാതിരുന്നിട്ടും ഞാൻ അവരെ എൻ്റെ ജനമെന്ന് വിളിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് അപ്പസ്തോലൻ ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഹോസിയ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിൽ പറഞ്ഞ, എൻ്റെ ജനമല്ലാതിരുന്നിട്ടും ഞാൻ അവരെ എൻ്റെ ജനമെന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് യേശുവിലൂടെയുള്ള രക്ഷയാണ് സൂചിപ്പിക്കുന്നത്. അത് അൺകണ്ടീഷണലാണ് ആ പ്രണയം, ആ സ്നേഹമെന്ന് ദൈവം നമ്മളോട് കാണിക്കുക. നമുക്ക് എത്ര പേർക്ക് ആ സ്നേഹത്തിന് മുൻപിലായിരിക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ദൈവം ചെയ്ത വലിയ സ്നേഹത്തെ, ദൈവം ചെയ്ത വലിയ കരുണയെ ഒരു അതിരുകളും വെക്കാതെ കർത്താവ് പറയുക, ഇതാണ് വഴി, നീ കടന്നു വരിക. നിന്റെ സ്നേഹത്തിന് മുൻപിൽ, കർത്താവെ, അവിടുത്തെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾക്ക് എന്താ പകരം വെക്കാൻ പറ്റുക? നമുക്ക് എന്താണ് തിരിച്ച് കർത്താവിന് കൊടുക്കാൻ പറ്റുക? യാതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വാക്കുകൊണ്ട് പോലും നമുക്ക് പറയാൻ കഴിയാത്തവണ്ണം, അല്ലെങ്കിൽ മറുപടി കൊടുത്തോ നന്ദി കൊടുത്തോ ഒന്നും നമുക്ക് പകരം നൽകാൻ കഴിയാത്തവണ്ണം നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെയാ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം ഇവിടെ വരച്ചു കാണിക്കുന്നത്. ചിതറിക്കപ്പെട്ടവനെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന, കരുണ ലഭിക്കാത്തവൾ എന്ന് ലോകം വിളിക്കുന്നവളോട് കരുണ കാണിക്കുന്ന, പൂർണ്ണമായും എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞ് പരിത്യക്തമെന്ന് മുദ്ര കുത്തിയവനെ വീണ്ടും എൻ്റെ ജനമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടെടുക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അത് അവളുടെ പ്രവൃത്തി മൂലമല്ല, അവളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നേർച്ച കാഴ്ചകളോ അവൾ കൊടുത്ത പണത്തിന്റെ മൂല്യമോ അവൾ കൊടുത്ത നേർച്ചയുടെ മൂല്യമോ ഒന്നുമല്ല. അത് പൂർണ്ണമായി സൗജന്യമായി ദൈവം നൽകുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുക. എത്ര പേർക്ക് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും? യേശുവിന്റെ സ്നേഹത്തെ, രക്ഷകനായ യാഹുവേ, രക്ഷകനായ യേശുവിന്റെ സ്നേഹത്തെ, ആ കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ ഇതാ പ്രവാചകനിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെ, അവന്റെ ജീവിതത്തിലൂടെ ദൈവജനത്തിന് വരച്ചു കാണിച്ചു കൊടുക്കുക. നിങ്ങളെ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചു, എന്നാൽ നിങ്ങളാകട്ടെ വീണ്ടും 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 പരസംഗം ചെയ്ത്, പാപം ചെയ്ത്, ദൈവത്തിൽ നിന്നും അകന്ന് അന്യ ആരാധനയിലേക്ക് പോയി, അന്യദേവന്മാരുടെ പിന്നാലെ പോയി, ലോകത്തിന്റെ വെറിക്കുത്തുകളിലേക്ക് പോയി, പണത്തിന്റെ പിന്നാലെ, സ്വാർത്ഥ ലാഭങ്ങളുടെ പിന്നാലെ പോയി.
ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. കർത്താവ് പറയുക, ഇനിയെങ്കിലും ഈ അവസാന നിമിഷമെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 45-ാം വാക്യം വായിച്ച് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകുവാനും അത്രേ. മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, അവൻ്റെ കാല് കഴുകി അവനെ ശുശ്രൂഷിക്കാനല്ല, അവൻ്റെ വലിയ വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് ശ്രേഷ്ഠനെന്ന് അവൻ ശുശ്രൂഷിക്കുവാനല്ല, പകരം ശുശ്രൂഷിക്കപ്പെടാനും. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ലോകത്തിനു വേണ്ടി, മനുഷ്യനു വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി മറുവിലയായി തന്നെ കൊടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യേശുവേ, എനിക്കൊരു യോഗ്യതയില്ലായിരുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല. ഒരു വേശ്യ സ്ത്രീയെ പോലെ പാപം ചെയ്ത് തിന്മയിലായിരുന്നു, ലോകത്തിന്റെ തിന്മയിലായിരുന്നു ഞാൻ. ദൈവത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് വീണ്ടും 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 പാപം ചെയ്ത് ചിതറിക്കപ്പെട്ടവനായിരുന്നു, കരുണ ലഭിക്കാത്തവനായിരുന്നു, ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനമെന്ന് വീണ്ടും വിളിച്ചുകൊണ്ട്, കരുണ എന്നിലേക്ക് കടന്നു വന്നുകൊണ്ട്, എൻ്റെ പാപത്തിന് പരിഹാരമായി തൻ്റെ ശരീരം പൂർണ്ണമായി മറുവിലയായി കൊടുത്തുകൊണ്ട്, അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി കർത്താവെ അവിടുന്ന് മോചനദ്രവ്യമായി കൊടുത്തു. അപ്പോൾ പിതാവേ, നിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിന്റെ സ്നേഹം എത്ര വലുതാ, നിന്റെ കരുണ എത്ര വലുതാ. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയത്, ഒരിക്കലും സാധിക്കത്തില്ല എന്ന് കരുതിയത് അവൻ എനിക്ക് വേണ്ടി ചെയ്തു, അവൻ നമുക്ക് വേണ്ടി ചെയ്തുവെങ്കിലേ ആ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് മറുപടി കൊടുക്കാൻ എന്താ ഉള്ളത്? നമുക്ക് പകരം കൊടുക്കാൻ എന്താ ഉള്ളത്? നമ്മുടെ സ്വത്തോ സമ്പാദ്യമോ നമ്മുടെ അനുഗ്രഹമോ എന്തെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുക, നീ നൽകുന്ന സമ്പത്തും നീ നൽകുന്ന അനുഗ്രഹങ്ങളും നീ ബാലിനെ അർപ്പിച്ചതും നീ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചതും സകലതും എൻ്റെ അനുഗ്രഹമാണെന്ന് നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല മകനെ മകളെ എന്ന് കർത്താവ് ചോദിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ളവനെ, സ്നേഹവാനായ കർത്താവേ, പാപിയും ബലഹീനമായി ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മറന്നുകൊണ്ട് പോയ നിമിഷങ്ങളെല്ലാം ഇന്ന് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഒരു പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഞങ്ങളോട് വരച്ചു കാണിച്ചു തന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതിരുകളില്ലാത്ത സ്നേഹം, ആഴങ്ങളേറിയ സ്നേഹം, ഒരിക്കലും തുലനം ചെയ്യാൻ കഴിയാത്തതും ഉപമിക്കാൻ സാധിക്കാത്തതും യാതൊരു വിധത്തിലും മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ എൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നവൻ അവനാ. ഇന്ന് എൻ്റെ യോഗ്യത, നമ്മുടെ യോഗ്യത ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കരത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി അവൻ തൻ്റെ ശരീരത്തെ, അവൻ തൻ്റെ രക്തത്തെ മറുവിലയായി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ യോഗ്യത, നമ്മുടെ യോഗ്യത എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളാണ് രക്ഷ പ്രാപിക്കുന്ന ജനം, നമ്മളാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ഇസ്രായേലിനെ കുറിച്ച് ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ റോമാലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവിശ്വസ്തത, വിശ്വാസവഞ്ചന, സകല തിന്മയും ചെയ്ത അതേ ഇസ്രായേൽ തന്നെ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടും. ചിതറിക്കപ്പെട്ടവർ വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടും. എൻ്റെ ജനമാണ് അല്ല എന്ന് പറഞ്ഞവരെ എൻ്റെ ജനമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയെ നമുക്ക് കാണാൻ സാധിക്കും. അതേ ദൈവത്തിൻ്റെ ജനം, കരുണയില്ലാത്തവർ ലോകം മുഴുവൻ അവരെ പീഡിപ്പിക്കുമെങ്കിൽ ലോകം മുഴുവൻ അവരെ ഭയപ്പെടുന്ന രീതിയിൽ, അവരെ നോക്കി ഭയപ്പെടുന്ന തരത്തിൽ തൻ്റെ ജനത്തെ കരുണയിൽ അവരെ മൂടുന്ന, അവരെ പൊതിയുന്ന ഒരു ദൈവത്തെ കാണും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. ചിതറിക്കപ്പെട്ടവർ 1948 വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടുവെങ്കിൽ, ഇസ്രായേലിനെതിരെ 9ഓളം യുദ്ധങ്ങൾ, പലവിധ രാജ്യങ്ങൾ, പലവിധ സൈനിക ശക്തികൾ ഒരുമിച്ച് വന്നിട്ടും ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി ദൈവം തന്നെ യുദ്ധം ചെയ്യുന്നു, യഹോവ തന്നെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്ന പഴയ നിയമ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകുന്ന തരത്തിൽ ഇസ്രായേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്ത് സകല രാജ്യങ്ങൾക്കും വേണ്ടി അവർക്കെതിരെ ദൈവം തന്നെ യുദ്ധം ചെയ്ത് അവരെ വിജയിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, കരുണ ലഭിക്കാത്തവൾ എന്ന് പറഞ്ഞ അതേ ജനത്തിന് കരുണയോടെ ദൈവം പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ,
എൻ്റെ ജനമെന്ന് ഇന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് കാലമായി. അവൻ്റെ രണ്ടാം വരവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കാലമേറെയില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിനോട് ചേരുവാൻ, ആ കർത്താവിനോട് ചേർന്ന് ആരാധിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.